നമസ്കാരം. ഏതാണ് നിങ്ങളുടെ ജനന സമയമായി പരിഗണിക്കുന്നത്? ജനിക്കുന്ന കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടി ഛേദിക്കുന്ന സമയമാണോ? അതോ പ്രസവത്തിൽ കുഞ്ഞിൻ്റെ ശിരസ് പുറത്തു വരുന്ന സമയമാണോ? അതുമല്ലെങ്കിൽ കുഞ്ഞ് ആദ്യമായി കരയുന്ന സമയമോ ശ്വാസമെടുക്കുന്ന സമയമോ ആണോ? ഇനി സ്ത്രീ പുരുഷ സംയോഗം കഴിഞ്ഞ് ബീജാണ്ഡ സംയോജന സമയമാണോ? ഇതിലേത് സമയമാണ് ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? ഇതിലേത് സമയമാണ് ജാതക രചനയ്ക്ക് വേണ്ടി കുഞ്ഞിൻ്റെ ജനന സമയമായി നിങ്ങൾ എടുക്കുന്നത്? ഭിന്നാഭിപ്രായമുള്ള കാര്യമാണ് അല്ലേ? എന്നാൽ സ്ത്രീ പുരുഷ സംയോഗശേഷം ബീജാണ്ഡ സംയോജന സമയമാണ് ജാതക രചനയ്ക്ക് ഏറ്റവും ഉത്തമമാണെന്നാണ് വിദഗ്ധ മതം. അതുതന്നെയാണ് ശ്രേഷ്ഠവും കൂടുതൽ കൃത്യതയുമുള്ള സമയമായി പരിഗണിക്കുന്നത്. എന്താണ് ജാതകം? ഒരു സംഭവ സമയത്തെ ഗ്രഹനില നിർണയിച്ച് അതിൻ്റെ ഭൂതവർത്തമാന ഭാവി ഫലങ്ങളെ വിവരിക്കുന്ന ഒരു ജ്യോതിഷ കുറിപ്പാണ് ജാതകം. ശിശുവിൻ്റെ ജനനം, ഗൃഹനിർമ്മാണത്തിനുള്ള ശിലാസ്ഥാപനം, യാത്ര പുറപ്പെടൽ, വ്യാപാരം ആരംഭിക്കൽ തുടങ്ങിയ എല്ലാറ്റിനും അതിൻ്റേതായ ഒരു ജാതകമുണ്ടായിരിക്കും. എന്നാൽ സാധാരണയായി ജാതകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യ ശിശുവിൻ്റെ ജനന സമയത്തേക്കുള്ളതോ, ഒരു വ്യക്തി ജ്യോതിഷിയോട് തന്നെ സംബന്ധിച്ച ഒരു കാര്യം ചോദിക്കുന്ന സമയത്തേക്കുള്ളതോ, പൃച്ഛാസമയം എന്ന് പറയും, ആയ ഗ്രഹസ്ഥിതി വിവരണമാണ്. ജാതകരേഖയിലെ ത്രികാലജ്ഞാന സിദ്ധാന്തങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നവഗ്രഹങ്ങൾ, ചന്ദ്രൻ, മറ്റു ഗ്രഹങ്ങൾ, ഗ്രഹങ്ങളുടെ ഗതി സ്വഭാവം, ഗ്രഹ ഭ്രമണപഥം, ഭ്രമണപഥത്തിൽ സ്ഥിതി ചെയ്യുന്ന 27 നക്ഷത്ര മേഖലകൾ, മറ്റു പല ശാക്തിക കേന്ദ്രങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ്. ഒരു നിശ്ചിത സ്ഥലത്ത് നിശ്ചിത സമയത്ത് നടക്കുന്ന സംഭവങ്ങളുടെ ഭൂതവർത്തമാന ഭാവി ഫലങ്ങൾ ഇന്ന തരത്തിലേ ആകൂ, ഇതുപോലെയേ ആകാവൂ എന്ന് ജ്യോതിഷ സിദ്ധാന്തങ്ങൾ പ്രവചിക്കുന്നു. രചനാരീതി അനുസരിച്ച് ജാതകത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഗ്രഹസ്ഥിതി, 2 ഫലവിവരണം. ഗ്രഹസ്ഥിതി വിവരണത്തെ തലക്കുറി എന്നും പറയാറുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായ വാക്കാണിത്, തലക്കുറി. തലക്കുറി ഭാഗം മുഴുവൻ ഗണിതക്രിയ ചെയ്ത് തയ്യാറാക്കേണ്ടതാണ്. ജാതകൻ്റെ ജനനസ്ഥലം, ജനന സമയം എന്നിവയെ അടിസ്ഥാനമാക്കി ഈ ഗണന പ്രക്രിയകൾ ഒരു ജ്യോതിഷി ചെയ്യുന്നു. ഒരു തലക്കുറിയിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നോക്കാം. ജാതകൻ്റെ ജനന സമയം അഥവാ ഭാവി ഫലം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന സംഗതി നടക്കുന്ന സമയം, അഥവാ ഏതെങ്കിലും വിഷയം അല്ലെങ്കിൽ വിവരം അറിയുവാനായി വ്യക്തി ജ്യോതിഷിയെ സമീപിച്ച് സംസാരിച്ചു തുടങ്ങുന്ന സമയം. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ, ഒരു വ്യക്തിയുടെ ജാതകമാണെങ്കിൽ വ്യക്തി ജനിച്ചതോ മറ്റു വല്ല കാര്യവുമാണെങ്കിൽ ആ സംഗതി നടന്നതോ നടക്കുവാൻ പോകുന്നതോ ആയ ഭൂപ്രദേശത്തിൻ്റെ പേരും ആ പ്രദേശത്തിൻ്റെ അക്ഷാംശ രേഖാംശങ്ങളും. ഇനി 3, മുൻ വിവരിച്ച ജനന സമയത്തിൻ്റെയും ജനന സ്ഥലത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജ്യോതിഷി ഗണിതക്രിയകൾ ചെയ്ത് കണക്കാക്കിയെടുക്കുന്ന വിഷയങ്ങൾ. ഇങ്ങനെ ജ്യോതിഷി ജനന സമയത്തിൻ്റെയും ജനന സ്ഥലത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഗണിതക്രിയകൾ കൊണ്ട് കണക്കാക്കിയെടുക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രഹസ്ഥിതി, നക്ഷത്രം അഥവാ ചന്ദ്രൻ്റെ നക്ഷത്രസ്ഥിതി, പഞ്ചാംഗ വിഷയങ്ങൾ, ലഗ്നാദി 12 ഭാവങ്ങൾ, ഗുളികാദ്യുപഗ്രഹ സ്ഥിതി, ഷോഡശവർഗം, അഷ്ടകവർഗം, ഗർഭശിഷ്ടദശ. ഇനി ജാതകത്തിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജനന സമയം. സൂക്ഷ്മമായ ജാതകരചനയ്ക്ക് ആവശ്യമായ മുഖ്യ ഘടകം കൃത്യമായ ജനന സമയമാണ്.
ജനന സമയത്തെ അടിസ്ഥാനമാക്കിയാണ് ജാതകത്തിലെ മുഖ്യ ഘടകമായ ലഗ്നം കണക്കാക്കുന്നത്. ജാതകരചനയ്ക്ക് സഹായകമായ ജനന സമയം നിശ്ചയിക്കുന്നതിനെപ്പറ്റി ഇപ്പോഴും ആർക്കും വ്യക്തമായ ധാരണയില്ലെന്നു തന്നെയാണ് മനസ്സിലാവുന്നത്. എന്നാലും ഇനി പറയുന്ന ഒന്നിനെയാണ് സാധാരണയായി പ്രസവ സമയമായി പറഞ്ഞു വരുന്നത്. ഒന്ന്, ഗർഭജല സ്രവണാരംഭ സമയം. പ്രസവത്തിന് മുൻപുള്ള ഗർഭജലം സ്രവിക്കുന്ന സമയം, അതിൻ്റെ ആരംഭ സമയം ചിലവർ കണക്കാക്കും. ശിശു ശിരോദർശന സമയം, കുഞ്ഞിൻ്റെ ശിരസ് പുറത്ത് ആദ്യമായി കാണുന്ന സമയം എന്നർത്ഥം. ഇനി ശിശു ഭൂസ്പർശന സമയം. പ്രസവ ശുശ്രൂഷ ചെയ്യുന്നവർ ഡോക്ടറാവാം, ഇനി നാട്ടിലെ ആരെങ്കിലും പരിചയസമ്പന്നരായിട്ടുള്ള സ്ത്രീകളാവാം. ഇവർ ശിശുവിനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വയ്ക്കുന്ന സമയം, അതാണ് ശിശു ഭൂസ്പർശന സമയം. അടുത്തത് ശിശു പ്രഥമ ശ്വാസമെടുക്കുന്ന സമയം. പ്രസവം കഴിഞ്ഞ് പുക്കൽക്കൊടി ഛേദിക്കുന്നതിന് മുൻപായി ശിശു ആദ്യമായി ശ്വാസമെടുക്കുന്ന സമയമാണോ? അത് ചിലവരെടുക്കും. അടുത്തത് ശിശു ആദ്യമായി കരയുന്ന സമയം. ഇനി ഗർഭനാള ഛേദന സമയം, പൊക്കിൾക്കൊടി ഛേദിച്ചു കഴിഞ്ഞ് ഉള്ള സമയം അല്ലെങ്കിൽ ഛേദിക്കുന്ന സമയം. അടുത്തത് ഗർഭാധാന സമയം. ഇതാണ് വളരെ പ്രധാനപ്പെട്ടത്. ജാതകരചനയ്ക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം ഇതാണ്. പക്ഷേ ഇത് ഈ കാലത്ത് ആളുകൾ പരിഗണിക്കുന്നുണ്ടോ, അത് കണക്കാക്കുന്നുണ്ടോ എന്നത് വലിയ സംശയമുള്ള കാര്യമാണ്. ഗർഭാധാന സമയം എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ സംയോഗ സമയത്ത് ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നടക്കുന്ന ബീജാണ്ഡ സംയോജന സമയം. സ്ത്രീ പുരുഷ സംയോഗ സമയശേഷം നടക്കുന്ന ബീജാണ്ഡ സംയോജന സമയമാണ് ജാതകരചനയ്ക്ക് ഏറ്റവും ഉത്തമം. ഇതറിയുവാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മറ്റ് 6 സമയങ്ങൾ പരിഗണിക്കുകയും കുഞ്ഞിൻ്റെ ജനന സമയങ്ങളായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു. ഇവയിൽ ഗർഭനാള ഛേദന സമയം, അതായത് പൊക്കിൾക്കൊടി ഛേദിക്കുന്ന സമയമാണ് ഏറ്റവും ഉപയുക്തമായി കാണുന്നത്. ഈ സമയത്താണ് മാതാവിൽ നിന്ന് വേർപെട്ട് ശിശുവിൻ്റെ സ്വന്തം നിലനിൽപ്പ് തുടങ്ങുന്നത്. ഷോഡശ സംസ്കാരങ്ങളിലും ഗർഭനാളച്ഛേദനം കഴിഞ്ഞിട്ടാണ് ജാതകകർമ്മം ചെയ്യുവാൻ അനുശാസിച്ചിട്ടുള്ളത്. ഇനി ജനന സമയം കൊടുക്കുന്നതിൽ ചെറിയ വ്യത്യാസം വന്നാലും അത് ശുദ്ധി ചെയ്യാൻ ജ്യോത്സ്യനറിയാം, ജ്യോതിഷിക്ക് അത് അറിയാം, അതിന് മാർഗമുണ്ട്. ഇതിന് ലഗ്നശുദ്ധി എന്ന് പറയുന്നു. ജനനപ്രദേശം ജനന സമയം പോലെ തന്നെ പ്രധാനമാണ്. ജാതകൻ ജനിക്കുന്നതോ പ്രശ്നവിഷയമായ സംഭവം നടക്കുന്നതോ ആയ പ്രദേശത്തിൻ്റെ പേരും അതിൻ്റെ അക്ഷാംശ രേഖാംശ വിവരണവും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണത്. സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ ഒരു പ്രദേശമാണ്, ഒരു ഭാഗമാണ് ജനനപ്രദേശവും. ശിശുജനനം നടക്കുന്ന സമയത്ത് ഈ പ്രദേശവും കിഴക്കേ ചക്രവാളത്തെ സ്പർശിച്ച് മുന്നോട്ട് പോകുന്നു. ശിശുവും ആ പ്രദേശം വഴിയായി സ്വയം കിഴക്കേ ചക്രവാളത്തെ സ്പർശിച്ചുകൊണ്ട് ഈ ബ്രഹ്മാണ്ടത്തിലെ ഒരംശമായി ജീവിതം ആരംഭിക്കുന്നു. അപ്പോൾ ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ് ജാതകരചനയ്ക്ക്. ബ്രഹ്മാണ്ടത്തിൻ്റെ സൂക്ഷ്മാംശമായ പിണ്ഡാണ്ഡം ബ്രഹ്മാണ്ടത്തിൽ പ്രവേശിക്കുന്ന സമയമാണ് ലഗ്നം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലഗ്നം എന്താണ് മനസ്സിലാക്കുക. ശിശു ജനിക്കുന്ന പ്രദേശം, അതായത് ഭൂഭാഗം, ഗ്രഹസഞ്ചാരമാർഗത്തിൽ സോഡിയാക്ക് എന്ന് പറയും. ഏത് രാശിയിൽ, ഏത് അംശത്തിൽ, ഏത് കലയിൽ നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ലഗ്നം. ലഗ്നം എന്നത് സംഗതി നടക്കുന്ന ഭൂപ്രദേശമാണ്. ലഗ്നം എന്ന വാക്കിന് അർത്ഥം ഒരു പ്രദേശത്ത് തട്ടുന്നത്, ഒരു പ്രദേശത്ത് സ്പർശിക്കുന്നത് എന്നാണ്. ഒരേ സമയത്തുള്ള ജനനങ്ങളാണെങ്കിലും ഭൂപ്രദേശത്തിൻ്റെ അക്ഷാംശ രേഖാംശങ്ങൾ മാറുന്നതിനനുസരിച്ച് അവയുടെ ലഗ്നങ്ങളും മാറുന്നതായി കാണാം. ലഗ്നത്തിൻ്റെ സൂക്ഷ്മത ജനനപ്രദേശത്തിൻ്റെ സൂക്ഷ്മതയെ ആശ്രയിച്ചിരിക്കുന്നു. ഗ്രഹസ്ഥിതി വിവരണം. ഗ്രഹസ്ഥിതി അടയാളപ്പെടുത്തുന്നത് രാശിചക്രത്തിലാണ്. 12 കള്ളികളോട് കൂടിയ സമചതുരമാണ് രാശിചക്രം.
ഗ്രഹസഞ്ചാരമാർഗത്തിൻ്റെയും നക്ഷത്രമേഖലകളുടെയും പ്രതീകാത്മക ചിത്രമാണ് രാശിചക്രം എന്നത്. രാശിചക്രത്തിലെ അറകളിൽ ഓരോ കള്ളികളിലായിട്ട് ര, ച, കു, ബു, ഗു, ശു, മ, സ, ശി, മാ, ല എന്നിങ്ങനെ 11 അക്ഷരങ്ങൾ എഴുതിയിരിക്കുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജനന സമയത്ത് പ്രസ്തുത അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങൾ പ്രസ്തുത രാശിയെ സ്പർശിച്ചിട്ടു കടന്നുപോയി എന്നാണ് ഇതിൻ്റെ അർത്ഥം. രാശിചക്രത്തിൽ അറകളിൽ, ആ കള്ളികളിൽ ഈ അക്ഷരങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ജനന സമയത്ത് ഏതൊക്കെ ഗ്രഹങ്ങൾ ആ രാശികളെ സ്പർശിച്ചിട്ട് കടന്നുപോയി എന്ന് മനസ്സിലാക്കാനാണ്. രാശിചക്രത്തെ 12 രാശികളായും 27 നക്ഷത്ര മേഖലകളായും വിഭജിച്ചിരിക്കുന്നു. ഒരു രാശി 30 ഡിഗ്രിയും ഒരു നക്ഷത്ര മേഖല 13 ഡിഗ്രി 20 മിനിറ്റുമാണ്. രാശികളിൽ കൂടിയും നക്ഷത്രമേഖലകളിൽ കൂടിയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളുടെ വേഗതയ്ക്ക് വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ ഒരു ശിശുവിൻ്റെ ജനനമോ മറ്റേതെങ്കിലും സംഭവമോ നടക്കുന്ന സമയത്ത് ഗ്രഹങ്ങൾ പല രാശികളെയും പല നക്ഷത്രമേഖലകളെയും സ്പർശിച്ച് കടന്നുപോകും. ഒരു സംഭവം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ശിശുവിൻ്റെ ജനനം നടക്കുമ്പോൾ ഗ്രഹങ്ങൾ മുൻ വിവരിച്ച രീതിയിൽ ഏതെങ്കിലും ഒരു രാശിയിലെ 1 ഡിഗ്രി മിനിറ്റ് സെക്കൻഡ് ബിന്ദുവിനെ സ്പർശിച്ചിട്ടാണ് കടന്നു പോകുന്നത്. അത് ആ രാശിക്കകത്ത് വരുന്ന നക്ഷത്രമേഖല കൂടിയായിരിക്കും. ഗ്രഹങ്ങൾ സ്പർശിച്ചു പോകുന്ന ഈ ബിന്ദുവിനെ ഗ്രഹസ്ഫുടം എന്ന് പറയുന്നു. ലഗ്നം സ്പർശിക്കുന്ന ബിന്ദു ലഗ്നസ്ഫുടവും. ജനന സമയത്ത് 10 ഗ്രഹങ്ങളും ലഗ്നവും സ്പർശിക്കുന്നത് കൊണ്ട് ജാതകത്തിൽ 11 ഗ്രഹസ്ഫുടങ്ങൾ ഉണ്ടാകുന്നു. ഗ്രഹങ്ങൾ നിരന്തരം ഗതിശീലങ്ങളാണെങ്കിലും ഓരോ ദിവസവും രാവിലെ 5:30 ഏതു രാശിയിൽ ഏത് ഡിഗ്രി മിനിറ്റുകളിൽ സ്പർശിക്കുന്നു എന്ന് കാണിക്കുന്ന പട്ടികകളുള്ള പഞ്ചാംഗങ്ങളും ഇപ്പോൾ ഉണ്ട്. ശിശു ജനിക്കുന്ന ആണ്ട്, മാസം, തീയതികൾക്ക് ഈ പഞ്ചാംഗം നോക്കിയാൽ ഗ്രഹം ഏത് രാശിയിലും ഭാഗത്തിലും കലയിലും നക്ഷത്ര മേഖലയിലും നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. ഇങ്ങനെ കിട്ടുന്ന രാശിഭാഗ കലകളെ രാശിചക്രത്തിൽ ആ ഗ്രഹത്തിന് നേരെ എഴുതിയാൽ ഈ രാശിഭാഗ കലകളെ ഗ്രഹസ്ഫുടം എന്നും അല്ലെങ്കിൽ ലഗ്നസ്ഫുടം എന്നും പറയുന്നു. ഇനി നക്ഷത്രവും ശിഷ്ടദശയും കേട്ടിട്ടുണ്ടാവും പലരും. ഒരു തലക്കുറിയിൽ ജാതകൻ്റെ നക്ഷത്രവും ശിഷ്ടദശയും കൊടുത്തിരിക്കും. ജ്യോതിഷത്തിൽ നക്ഷത്രം എന്ന സംജ്ഞ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നക്ഷത്രമേഖലയിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്ന സമയമാണ്. ആകെ 27 നക്ഷത്ര മേഖലകളുണ്ട്. ഒരു നക്ഷത്ര മേഖലയുടെ അളവ് 13 ഡിഗ്രി 20 മിനിറ്റാണ്. ഒരു നക്ഷത്രം സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്ന കാലത്തിന് ആ നക്ഷത്രത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നു. ഉദാഹരണം, അശ്വതി നക്ഷത്രം 27 നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രം 13 ഡിഗ്രി 20 മിനിറ്റ് ചന്ദ്രൻ സഞ്ചരിക്കുന്ന സമയത്തെ അശ്വതി നക്ഷത്രമെന്ന് പറയുന്നു. ഓരോ നക്ഷത്ര മേഖലയുടെ പേരും അളവും അത് ഏത് രാശിയിൽ വരുന്നു എന്ന വിവരവും രാശ്യാധിപൻ, നക്ഷത്രാധിപൻ എന്നിവയുടെ വിവരങ്ങളും വളരെ വിശദമായി കൊടുത്തിട്ടുണ്ടാവും. ജ്യോതിഷത്തിൽ മനുഷ്യായുസ് 120 വർഷമായി നിശ്ചയിച്ച് അതിനെ 9 ഗ്രഹങ്ങളുടെ ദശകളായി വിഭജിച്ചിരിക്കുന്നു. ഇതിനെ വിംശോത്തരി ദശാപദ്ധതി എന്ന് പറയുന്നു. ഒരാൾ ജനിക്കുമ്പോൾ ഏത് ദശ നടക്കുന്നു എന്ന് നിശ്ചയിക്കുന്നത് ജനിക്കുന്ന നക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയാണ്. ഓരോ നക്ഷത്രവും സൂചിപ്പിക്കുന്ന ദശയും ദശാനാഥനായ ഗ്രഹവും ആ ഗ്രഹത്തിൻ്റെ ദശാവർഷവും ഒരു പട്ടികയായി ചേർത്തിരിക്കുന്നു. ജനന സമയത്ത് ചന്ദ്രൻ ഒരു നക്ഷത്ര മേഖലയിൽ എത്ര ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞുവോ അതിൻ്റെ അനുപാതത്തിൽ ആ നക്ഷത്രദശ കഴിഞ്ഞു പോയതായി കണക്കാക്കി ബാക്കി ദശയെ ഗർഭശിഷ്ടദശയായി കണക്കാക്കുന്നു. തുടർന്നുള്ള ഗ്രഹദശകളെ തുടർച്ചയായി കണക്കാക്കുന്നു. ഇനി ലഗ്നാദി 12 ഭാവങ്ങൾ. ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ
മരണം വരെയുള്ള ജീവിതാനുഭവങ്ങളെ ജ്യോതിഷത്തിൽ ഭാവങ്ങൾ എന്നു പേര് നൽകി 1, 2 അങ്ങനെ 12ാം ഭാവം വരെ വിഭജിച്ചിട്ടുണ്ട്. ഈ 12 ഭാവങ്ങളെയും രാശിചക്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. ലഗ്നം എന്ന രാശി 1ാം ഭാവം, തുടർന്ന് 2 മുതൽ 12 വരെയുള്ള ഭാവങ്ങൾ. രാശിചക്രത്തിൽ ഒരു ഭാവം ഏത് രാശിയിൽ വരുന്നുവോ ആ രാശിയിൽ ഏതെങ്കിലും ഒരു ഗ്രഹം നിൽക്കുകയാണെങ്കിൽ ആ ഭാവം ആ ഗ്രഹവുമായി ബന്ധപ്പെടുന്നു എന്നർത്ഥം. ഗ്രഹസ്ഥിതിയിൽ നിന്ന് ഷോഡശവർഗം, അഷ്ടകവർഗം, ഗ്രഹയോഗം, ഗ്രഹദൃഷ്ടി, ഷഡ്ബലം, ദശാപഹാര ഛിദ്രങ്ങൾ, രാജയോഗങ്ങൾ, ആയുർയോഗങ്ങൾ, ഭാവാധിപത്യം, മരണം എന്നിങ്ങനെ മറ്റനവധി പ്രധാനപ്പെട്ട കാര്യങ്ങളും കണക്കാക്കിയെടുക്കാം. ഗ്രഹങ്ങൾ പൊതുവെ സ്വതന്ത്രമായി സൂചിപ്പിക്കുന്ന ധർമ്മങ്ങൾ, ഗ്രഹങ്ങൾ ഒരു രാശിയിൽ മറ്റു ഗ്രഹങ്ങളുമായി യോഗം ചെയ്യുമ്പോൾ സൂചിപ്പിക്കുന്ന ഫലങ്ങൾ, ഗ്രഹങ്ങൾ രാശികളിൽ നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്ന ഫലങ്ങൾ, ഗ്രഹങ്ങളുടെ ദൃഷ്ടി കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്ന ഫലങ്ങൾ, ഗ്രഹങ്ങളുടെ ഭാവാധിപത്യം അനുസരിച്ചുള്ള ഫലങ്ങൾ, ഗ്രഹങ്ങൾ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴുള്ള ഫലങ്ങൾ, ഗ്രഹങ്ങൾ ഭാവങ്ങളെ നോക്കുമ്പോഴുള്ള ഫലങ്ങൾ, ഗ്രഹ ഷോഡശവർഗസ്ഥിതി ഫലങ്ങൾ, അഷ്ടകവർഗ ഫലങ്ങൾ, ഗ്രഹദശാഫലങ്ങൾ, നക്ഷത്രസ്ഥിതി ഗ്രഹഫലങ്ങൾ, ഗ്രഹഗോചരഫലങ്ങൾ, വക്രഗ്രഹഫലങ്ങൾ എന്നിവ വിശദമായി വിശകലനം ചെയ്താണ് ഒരു ജ്യോതിഷി ജാതകൻ്റെ ഭൂതവർത്തമാന ഭാവി ഫലങ്ങൾ ജാതകത്തിൽ കുറിക്കുന്നത്. ഇങ്ങനെ അവനവനിൽ അന്തർലീനങ്ങളായ കഴിവുകളും കുറവുകളും അവ അനുഭവപ്പെടാവുന്ന സമയങ്ങളും മനസ്സിലാക്കി മോശമായ സമയമേത്, നല്ല സമയമേത്, ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ ജാതകം നിങ്ങളെ സഹായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഗ്രഹനക്ഷത്ര ഭാവഫല വിവരണം തയ്യാറാക്കുമ്പോൾ അതിന് ഏറ്റവും കൃത്യമായതും വ്യക്തതയുമുള്ള അടിസ്ഥാന വിവരങ്ങൾ നൽകേണ്ടത് അത്രയും തന്നെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലായല്ലോ. ഹിന്ദുക്കൾക്ക് അവരുടെ ജീവിതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് ജാതകം. എന്നാലും ഇക്കാലത്ത് ജാതിമത ഭേദമന്യേ എല്ലാവരും ജാതകം ആവശ്യപ്പെട്ട് വരുന്നുണ്ട്. അത്രയ്ക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ് ജാതകം എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കുഞ്ഞിനെ പറ്റി ആലോചിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇതെല്ലാം മനസ്സിലോർക്കേണ്ടതാണ്. ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള സംയോഗം നടക്കുന്ന സമയം മനസ്സിലാക്കി ബീജാണ്ഡ സംയോജന സമയം കണക്കാക്കുകയാണെങ്കിൽ അതുപയോഗിച്ച് ഗണിച്ച് തയ്യാറാക്കുന്ന ജാതകവും കണിശവും വളരെയധികം കൃത്യതയുമുള്ളതും ആവുമെന്നതിൽ ലവലേശം സംശയം ആവശ്യമില്ല. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാനലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാ വിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ,
രാശി നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി. അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.